നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം SLE അഥവാ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രമാറ്റിസ് എന്ന് പറയുന്ന മൾട്ടി സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗത്തെ പറ്റിയാണ്. ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ രോഗത്തെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം തന്നെ ശരീരത്തിലെ കോശങ്ങളെ തെറ്റിദ്ധരിച്ച് ആ കോശങ്ങളെ ആക്രമിച്ച് ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറയുന്നത്. SLEയുടെ ലക്ഷണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത് മൂക്കിൻ്റെ രണ്ട് വശങ്ങളുമായിട്ട് ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ബട്ടർഫ്ലൈ റാഷസ് അല്ലെങ്കിൽ മാലാർ റാഷസ് എന്ന് പറയുന്ന റാഷസുകളാണ്. അതേപോലെ തന്നെ സന്ധികൾക്ക് വേദനയും വീക്കം ഉണ്ടാവാം. ഇതൊരു മൾട്ടി സിസ്റ്റത്തെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ പല അവയവങ്ങളെ ബാധിക്കാം. ചിലപ്പോൾ കിഡ്നിയെ ബാധിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിലൊന്നും അറിയത്തില്ല. പ്രോട്ടീൻ ലീക്കൊക്കെ ഉണ്ടായി കാലക്രമത്തിൽ കിഡ്നിക്ക് ഡാമേജ് സംഭവിച്ച് കണ്ണിന് ചുറ്റുമൊക്കെ കാലിലൊക്കെ നീര് വരുമ്പോഴായിരിക്കും ഈ രോഗത്തെ തിരിച്ചറിയുന്നത്. അതേപോലെ തന്നെ ചിലപ്പം ശ്വാസമുട്ടലോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, ശ്വാസകോശത്തിൽ നീർവീക്കം ഉണ്ടായിട്ട്. അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കാം. വാസ്കുലൈറ്റിസ് അനുബന്ധമായിട്ട് വരുവാണെങ്കിൽ കാലിൽ ശക്തമായ വേദനയും നീർവീക്കവും അതോടൊപ്പം തന്നെ ഗാംഗ്രീനൊക്കെ വ്രണങ്ങളുണ്ടാവുകയും ഗാംഗ്രീനൊക്കെ ഉണ്ടാവുകയും ചെയ്യും. മുടി പൊഴിച്ചിലൊരു പ്രധാന ലക്ഷണമാണ്. അതുപോലെ തന്നെ വായിൽ തുടർച്ചയായിട്ട് വ്രണങ്ങളുണ്ടാവും, മൂക്കിൽ അൾസർ ഉണ്ടാവും. ഇതെല്ലാം ഈ ലക്ഷണങ്ങളെല്ലാം ഒന്നിച്ചല്ല വരുന്നത്. പലപ്പോഴും രോഗികളുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ രോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇതിൽ പല ലക്ഷണങ്ങളും ഒന്നിച്ച് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ എല്ലാ ലക്ഷണങ്ങളും ഒന്നിച്ച് വരും, അതല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറൊക്കെ ഉണ്ടാകുന്നുള്ള രീതിയിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഈ രോഗത്തിൻ്റെ ഓരോ അവയവത്തെ ബാധിക്കുന്നതനുസരിച്ചിട്ടാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുന്നത്. ഇനി ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങളെ പറ്റി പഠനങ്ങൾ നടത്തുമ്പോൾ പ്രധാനമായിട്ടും പറയുന്ന പ്രധാന കാരണം ഹോർമോണൽ ഇംബാലൻസ് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. എക്സാക്റ്റ് കാരണം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ്, അത് നമുക്ക് ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സൂര്യപ്രകാശം ഏൽക്കുന്നത്, ചില മെഡിക്കേഷൻസ്, ഇതെല്ലാം ഈ രോഗത്തെ ട്രിഗർ ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞ വാസ്കുലൈറ്റോസിനോടനുബന്ധിച്ച് ആണെങ്കിൽ വാതരക്തം എന്നൊരു രോഗാവസ്ഥയായിട്ടാണ് ഈ രോഗത്തെ കമ്പയർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ശരീരത്തിലുള്ള ചികിത്സയിലേക്ക് വരുമ്പോഴത്തേക്ക് ശരീരത്തിലുള്ള ടോക്സിൻസിനെ കറക്റ്റ് ചെയ്യുക. അമിതമായിട്ട് ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശോധന ചികിത്സകളായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾ, വമനം വിരേചനം പോലുള്ള ചികിത്സകൾ ആദ്യഘട്ടങ്ങൾ ചെയ്ത് ശരീരത്തിൽ ശുദ്ധി വരുത്തി. പ്രത്യേകിച്ച് ഈ രോഗം ഒരു പിത്താനുബന്ധ രോഗമായതുകൊണ്ട് പിത്തത്തെയും രക്തത്തെയൊക്കെ ബാധിക്കുന്ന കാരണമായതുകൊണ്ട് തന്നെ വിരേചനം പോലെ ചികിത്സകൾ വളരെ ഫലപ്രദമാണ്. അതിനുശേഷം നേരത്തെ പറഞ്ഞ ജനറ്റിക് ഇൻവോൾവ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ രോഗത്തിൻ്റെ റിവേഴ്സൽ ആസ്പെക്ട്സ് ചിന്തിക്കുമ്പോഴത്തേക്ക് വസ്തു ചികിത്സകളും പ്രധാനമായിട്ട് ചെയ്തു വരുന്നുണ്ട്. മഞ്ചിഷ്ടാദി വസ്തുക്കളൊക്കെ, അതേപോലെ തന്നെ ബലാകുളിച്ചാദി കൊണ്ടുള്ള മാത്രാവസ്ഥകൾ, ഇങ്ങനെയുള്ള ചികിത്സാ രീതികളൊക്കെ ഈ രോഗത്തിൽ ആയുർവേദത്തിൽ പിന്തുടർന്ന് വരുന്നുണ്ട്. ഈ രോഗത്തിന് അതനുസരിച്ചിട്ടുള്ള ശമനവും ഈ രോഗത്തിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം ആയുർവേദത്തിൽ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ സമീപിക്കുന്ന രീതികളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിച്ചത്. തീർച്ചയായും ആയുർവേദത്തിൽ SLEക്ക് ഒരു റിവേഴ്സൽ ആസ്പെക്ട്സിലുള്ള ചികിത്സകളുണ്ട്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.